എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ഗ്രഹനില കണ്ടാൽ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പലതും ചിലപ്പോൾ വിട്ടുപോകും, മറന്നുപോകും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ ആ ഗ്രഹനിലയിൽ കണ്ടാൽ എങ്ങനെയാണ് ആ ഫലങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു ചെറിയ അതായത് ഒരു കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്ന ആ ബിഗിനിങ് ടൈമിൽ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ കാലക്രമേണ പഠിച്ചൊരു ലെവലിൽ എത്തുമ്പോൾ എല്ലാം മാറിപ്പോകും. അപ്പം ആദ്യം നമുക്ക് പറഞ്ഞു തരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞു തരും. രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാണെന്നും പറഞ്ഞു തരും. മാന്തി ഒരു ഉദിച്ച് അസ്തമിച്ച്, രാത്രിയും പകലും ഉദിച്ച് അസ്തമിച്ച് പോകുന്ന ഒരു ബിന്ദുവാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഉപഗ്രഹം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾ ശേഷം നമുക്ക് ആ ഗ്രഹങ്ങൾ, അത് എല്ലാമേ നമ്മൾ ഗ്രഹങ്ങളായിട്ട് തന്നെ പറയും. സൂര്യനും നക്ഷത്രമാണെന്നൊന്നും പറയില്ല. എല്ലാമേ ഗ്രഹങ്ങളായിട്ട് തന്നെയാണ്. ഇതൊക്കെ എനിക്ക് സംശയം ക്വസ്റ്റ്യനായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരിക്കും അതെല്ലാം ഗ്രഹങ്ങളായിട്ട് തന്നെ നമ്മൾ പിന്നെ കണക്കാക്കും. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളാണ്, രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണ്, പക്ഷെ അത് ഗ്രഹങ്ങളാണ്. മറ്റുള്ള 5 ഗ്രഹങ്ങളും ഗ്രഹങ്ങളാണ്. അതേപോലെ മാന്തിയും ഉപഗ്രഹമാണ്. കാരണം ഞാൻ പഠിച്ച സമയത്ത് മാന്തി പ്രശ്നത്തിനും ജാതകത്തിലും മാന്തി ഉപയോഗിച്ച് തന്നെയാണ് പഠിച്ചത്. കാരണം പ്രശ്നം വേറെ, ജാതകം വേറെ എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. രണ്ടിനും അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് മാന്തിയെ പഠിച്ചിട്ടുള്ളത്. അപ്പം മാന്തിയും അതിൽ ചേർത്താണ് ഫലമെടുക്കാൻ ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം പൊതുവായിട്ടുള്ള ആ സമയത്ത് പറഞ്ഞു തരുന്നതാണ്. പിന്നെയാണ് നമ്മളിതൊക്കെ മാറ്റുന്നത്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വളരെ വളരെ ഉള്ളിലോട്ട് ഇറങ്ങും. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പൊതുവേ ഞാൻ പറയുന്നത്, 6 മാസമോ 1 വർഷമോ എവിടെയെങ്കിലും അസ്ട്രോളജി പഠിച്ചിട്ട് നിങ്ങളെ ജാതകങ്ങളൊന്നും ആരുടെ ജാതകങ്ങളും കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിലെ ഫലങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ള സത്യം. അപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ തമിഴ്നാട്ടിലാണ്. ഞാൻ ബേസിക് പഠിച്ചത് ന്യൂഡൽഹിയിലെ ഒരു ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പം പല 7 ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ശരിക്കും അവിടെ പറഞ്ഞു തരും എങ്ങനെയാണ് ലഗ്നം കണ്ടുപിടിക്കേണ്ടത്, അത് കറക്റ്റാണോ എന്നൊക്കെ അതിന് കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളെല്ലാം പറഞ്ഞു തരും. ഞാൻ അവിടോട്ടൊന്നും പോകുന്നില്ല, കാരണം ഓരോ ഗുരുനാഥന്മാർ ഓരോ രീതിയിൽ പറഞ്ഞു തരും. അതിനെ ഞാനൊന്നും പറയുന്നില്ല. ലഗ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ലഗ്നത്തിൽ നിന്ന് തന്നെയാണ് ഓരോ ഭാവങ്ങളെയും കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജ്യോതിഷം പഠിക്കാൻ പോകുമ്പോൾ 12 രാശികളുണ്ട്. അതായത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞു തരണം, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് 12 രാശികളുണ്ട്. അതിൻ്റെതായ രാശി തത്വങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് ബേസിക്കലി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഭാവങ്ങളായിട്ട് എടുക്കുന്നത്, അല്ലേ? അപ്പം 12 ഭാവങ്ങൾ രാശികളാണ്, അതിനെ തന്നെ 12 ഭാവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രഹങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ കുജാതി ഐവർകൾ എന്ന് പറഞ്ഞ 5 ഗ്രഹങ്ങളുണ്ട്, അല്ലെ? 5 ഗ്രഹങ്ങൾ, സൂര്യചന്ദ്രന്മാർ 7, ഛായാഗ്രഹങ്ങൾ 9, മാന്തി 1, 10. ഇത്രയും നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ചിലർ മാന്തി എടുക്കാറുണ്ട്, ചിലർ മാന്തി എടുക്കാറില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ലഗ്നം കണ്ടുപിടിക്കുമല്ലോ. ആ ലഗ്നത്തിന് മൊത്തം ആ ഒരു രാശിയാണ് എല്ലാവരും ലഗ്നം എന്ന് പറയുന്നത്. പക്ഷേ ലഗ്നം സ്ഥിതി ചെയ്യുന്നത് ഒരു നക്ഷത്രത്തിലാണ്. അപ്പോൾ ആ നക്ഷത്രം അതൊരു നക്ഷത്ര പാദമാണ്. ആ പാദത്തിന് നമ്മൾ കയ്യിലെടുക്കണം. കാരണം ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രവും ലഗ്നം നിൽക്കുന്ന നക്ഷത്രവും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്.
അപ്പം ഇത് രണ്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ലഗ്നത്തിനൊരു നക്ഷത്രമുണ്ട്, രാശിക്കും ഒരു നക്ഷത്രമുണ്ട്. ഓക്കെ, ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതും ഓരോ നക്ഷത്രക്കാലിലാണെന്നുള്ളതും ഓരോ നക്ഷത്ര പാദത്തിലാണെന്നുള്ളതും നമ്മൾക്കറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ വഴിയാണെന്നുള്ളത്. അപ്പോൾ നക്ഷത്രങ്ങൾ 108 പാദങ്ങളായിട്ടാണ്. 27 നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രം അഭിജിത്ത് നക്ഷത്രം, അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് മുഹൂർത്തമായിട്ടൊക്കെ കരുതപ്പെടുന്നു. ഈ 27 നക്ഷത്രങ്ങളെ 108 പാദങ്ങളായിട്ട് ഓരോ രാശിയിലും 9 പാദങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അശ്വതി മുതൽ ആയില്യം വരയ്ക്കും വരുന്ന നക്ഷത്രങ്ങൾ അത്രയും ചേരുമ്പോൾ 12 രാശികളിൽ എത്തും അല്ലേ. അപ്പോ ഇതിന് പല മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ മണ്ഡലം മേടമണ്ഡലം, അതായത് ആദ്യത്തത് അശ്വതി മുതൽ ആയില്യം വരയ്ക്കും ഇതൊരു മണ്ഡലമാണ്. അത് കഴിഞ്ഞിട്ട് ശുക്രമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ചിങ്ങമണ്ഡലം ഈ മകം നക്ഷത്രം തൊട്ട് കേട്ട വരയ്ക്കും വരും. അടുത്ത ഗുരുമണ്ഡലം ധനുസിൽ നിന്ന് മൂലം തൊട്ട് രേവതി വരയ്ക്കും. ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദശാകാലങ്ങൾ എടുക്കുമ്പോൾ കേതു മുതൽ ബുധദശ വരയ്ക്കും ഇതിനുള്ളിലേ ഉൾപ്പെടുന്നുണ്ട്. കാരണം കേതു, അത് കഴിഞ്ഞ് ശുക്രൻ, നമ്മളെ നക്ഷത്രം പോലെ. ഇപ്പം അശ്വതി കേതു, ഭരണി ശുക്രൻ, കാർത്തിക സൂര്യൻ, അടുത്തത് രോഹിണി ചന്ദ്രൻ, രോഹിണി മകരം ചൊവ്വ, അപ്പം മകരം തിരുവാതിര രാഹു, തിരുവാതിര പുണർദം ഗുരു, പൂയം ശനി, ആയില്യം ബുധൻ. അപ്പം ഇങ്ങനെ ഈ ദശകൾ തന്നെയാണ്. ഈ ഒരു മണ്ഡലം നോക്കിയാലേ നമുക്ക് നക്ഷത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ദശകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഓരോ ദശകളും ഇപ്പം നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ ഓരോ അടുത്ത ദശ എന്താ പറയുക, നമ്മളൊരു ദശയിൽ ജനിക്കും, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏതൊക്കെ ദശകൾ വരുന്നു, ആ ദശകളൊക്കെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആ ഭാവത്തിൽ നിന്നാൽ ദുർസ്ഥാനമായ 6, 8, 12 നിന്നാൽ എന്താണ് ഫലം തരുന്നത്, അല്ലാത്ത ഭാവങ്ങളിൽ നിന്നാൽ എന്താണ് ഫലം തരുന്നത്, ഒക്കെ പിന്നീട് അത് രണ്ടാമത് പഠിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യം നോക്കേണ്ടത് ലഗ്നം. അത് ഞാൻ പിന്നീട് വരാം. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ ലഗ്നം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ലഗ്നത്തിൽ ആ ലഗ്നത്തിൽ നിൽക്കുന്ന നക്ഷത്രവും ആ ലഗ്നം നിൽക്കുന്ന നക്ഷത്രവും കണ്ടുപിടിച്ചു. അപ്പോൾ അത് രണ്ടും, ജനന നക്ഷത്രവും ലഗ്ന നക്ഷത്രവും, ഇത് രണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെയ്യുന്നു എന്നുള്ളത് സത്യം മനസ്സിലാക്കണം. ചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ ഈ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ദശകളും ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതൊക്കെ കൊണ്ടും അല്ലാതെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചന്ദ്രൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രനെ വച്ച് മാത്രം നമുക്ക് ജ്യോതിഷം പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ലഗ്നം കണ്ടുപിടിക്കാൻ തുടങ്ങി. ആ ലഗ്നത്തിൽ നിന്ന് 12 ഭാവങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങി. പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും അത് ലഗ്നം എന്നുള്ളത് അതൊരു നല്ല ഒരു ഇതായിട്ട് തന്നെ ആ ലഗ്നം വഴിയാണ് എല്ലാവരും നോക്കുന്നത്. പൊതുവെ സാധാരണ ജനങ്ങൾക്ക് ഈ ലഗ്നം എന്തെന്നൊന്നും അവർക്കറിയില്ല. അവർക്കറിയുന്നത് നക്ഷത്രം മാത്രമാണ്. ഇന്നും ആരെങ്കിലും മെസ്സേജോ ഫോണൊക്കെ വരുമ്പോഴേ എൻ്റെ നക്ഷത്രം ഇതാണ്, ഇതൊന്ന് ഇടാമോ, വീഡിയോ ചെയ്യാമോ, ഈ ഒരു നക്ഷത്രം എങ്ങനെയാണ്, കുറച്ച് ബുദ്ധിമുട്ടുന്നത്, ഇതെങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും. നക്ഷത്രത്തെപ്പറ്റി ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ട്, അവരത് വിശ്വസിക്കുന്നു. ആ നക്ഷത്രത്തിൽ അവർ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ അർച്ചന ചെയ്യുന്നതും നമ്മൾ നിരന്തരം നമ്മളെ മനസ്സിലുള്ളതും അതല്ലേ നമുക്കുള്ളൂ. അപ്പം അതും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. സൂര്യനെ വെച്ചും പറയാം, ഗുരുവിനെ വെച്ച് പറയാം. അപ്പം ഇതെല്ലാം ലഗ്നം തന്നെ വേണമെന്നുള്ളതല്ല. പക്ഷേ ലഗ്നമാണെങ്കിൽ മാത്രമേ ചന്ദ്രനെ വഴി നോക്കുമ്പോൾ അത് വേറെ മാതിരി വരും. നക്ഷത്ര ബലം എന്നുള്ള താരാഫലം മാതിരി അത് മാറി ഒന്നൊന്നായിട്ട് നോക്കണം, അത് വേറെ. അതേസമയം ലഗ്നമാണെങ്കിൽ നമുക്ക് ഈ 12 ഭാവങ്ങളെയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
അപ്പോൾ ലഗ്നം കണ്ടുപിടിച്ചു കഴിഞ്ഞു, ലഗ്ന നക്ഷത്രം കണ്ടുപിടിച്ചു, ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ചു, മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഏത് നക്ഷത്ര പാദത്തിലാണെന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും, പെട്ടെന്ന് കിട്ടും. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഫ്രണ്ട് പേജ്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ് ഇങ്ങനെ വന്ന് നവാംശം എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ എവിടെ എന്ത് നോക്കിയാലും സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ആ ജാതക ചിന്ത എന്നുള്ളതിന് വരയ്ക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അവർ ജാതകത്തിൻ്റെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും നിങ്ങളിൽ അങ്ങോട്ട് പോകരുത്. അതുവരേക്കുമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ തന്നെ സ്വയം ഫലങ്ങൾ കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലഗ്നമായി, ലഗ്നത്തിൻ്റെ നക്ഷത്രമായി, ചന്ദ്രൻ്റെ നക്ഷത്രമായി. അത് കഴിഞ്ഞിട്ട് ലഗ്നം ബലമുണ്ടോ എന്ന് നോക്കണം. ഒരു ലഗ്നത്തിന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹം നിൽക്കുന്ന ആ ഒരു ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടും നോക്കുന്ന ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടും ലഗ്നം വന്നിട്ട് ശുഭകർത്തൃ യോഗത്തിലാണോ, രണ്ട് സൈഡും ശുഭന്മാരായി നിൽക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അല്ല അങ്ങനെ നോക്കുമ്പോൾ ലഗ്നത്തിൽ ബലമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ലഗ്നാധിപതി, ഒരു പക്ഷേ ലഗ്നാധിപതി ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ലഗ്നാധിപതി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം. ഈ 12 രാശിയിലും എവിടെ പോയി നിൽക്കാം, എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ലഗ്നാധിപതി നിൽക്കുന്ന ഭാവം അല്ലെങ്കിൽ ആ രാശിയുമുണ്ട്, ലഗ്നത്തിന്റെ രാശിയുമുണ്ട്, 2 രാശിയായി. പിന്നെ ചന്ദ്രൻ നിൽക്കുന്നതാണ് 3ാമത്തെ രാശിയായി. 3 ഭാവങ്ങളിലായിട്ടാണ് ഈ ഒരു ലഗ്നാധിപതിയും ലഗ്നവും ചന്ദ്രന്റെ നക്ഷത്രവും ചന്ദ്രനും കൂടെ നിൽക്കുന്നത്. അപ്പോൾ ലഗ്നം ബലമാണ്, തീർച്ചയായിട്ടും ആ കുട്ടി ഒരു സമ്പന്ന കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരുവിധം നല്ല മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചിട്ടുണ്ടാവും. കാരണം ഈ കുട്ടിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും താനേ കിട്ടും, അതൊന്നും ചെയ്യാതെ തന്നെ കിട്ടും. ഫാമിലിയിൽ സ്വത്തുണ്ടായിരിക്കാം, ഇതിൻ്റെ പഠിപ്പ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും അത് താനേ വന്നു ചേരും എന്നുള്ളതാണ്. കാരണം സൊസൈറ്റിയിൽ എങ്ങനെ അറിയപ്പെടുന്നു, നമ്മുടെ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, നമ്മളെങ്ങനെ നടക്കുന്നു, അങ്ങനെ ഒരു ലഗ്നം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. അവരുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ, സമൂഹത്തിൽ അവരെങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതും ഒക്കെ ലഗ്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ലഗ്നാധിപതിയാണ് എങ്കിൽ, നല്ല പൊസിഷനിലാണെങ്കിൽ ലഗ്നാധിപതി ചെയ്യുന്ന കാര്യങ്ങളും സക്സസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ലഗ്നവും ലഗ്നാധിപതിയും നിൽക്കുന്ന ഭാവങ്ങൾ നല്ലതാണെങ്കിൽ അവർക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ളത് നമുക്ക് ഊർജിതപ്പെടുത്താം. അതേസമയം ലഗ്നം മോശമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ദാരിദ്ര്യത്തിനും കഷ്ടത്തിനൊക്കെ വളർന്ന കുട്ടിയാണ്, ലഗ്നാധിപതി പോയി നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവർ പോരാടി തന്നെ അവർ സ്വയം കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചെയ്തതിൽ സക്സസ് ആവും എന്നുള്ളതാണ്. പക്ഷെ ലഗ്നാധിപതി മോശമായ അവസ്ഥയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫെയിലിയർ ആകും എന്നുള്ളതാണ്. ഇത് രണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കി രണ്ടും നമ്മൾ തീർച്ചപ്പെടുത്തണം. ലഗ്നാധിപതി ബലമുണ്ടോ, ലഗ്നം ബലമുണ്ടോ, രണ്ടും മോശമാണെങ്കിൽ ആ ജീവനാന്തം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, പോരാട്ടം തന്നെയായിരിക്കും ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ലഗ്നാധിപതിയെയും കൊണ്ട് 100 വയസ്സ് വരെയും ജീവിച്ചിരിക്കുമെന്ന് പറയാനേ പാടില്ല. കാരണം പലരും എന്നോട് ചോദിക്കുന്നത് ലഗ്നാധിപതി ബലമായിട്ടുണ്ട്, എനിക്ക് 90 വയസ്സ് ആയുസുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് നമ്മളെ ജീവിതം, നമ്മുടെ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ലഗ്നാധിപതി ലഗ്നമൊക്കെ കാണിക്കുന്നത്. ആയുസിൻ്റെ ഭാഗം വേറെ ഉണ്ട്. 8ാം ഭാവാധിപതി, 8ാം ഭാഗം, അഷ്ടമാധിപതി, ഇവർ രണ്ടുമാണ് നമ്മൾ ആയുസിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ അഷ്ടമാധിപതി നീചം, അഷ്ടമാധിപതിക്ക് കമ്പസ്റ്റ്, അഷ്ടമാധിപതി വേറെ പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ പാപകർത്തൃയോഗം ഇങ്ങനെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്യാരണ്ടി പറയാൻ പറ്റും? അപ്പം നമ്മൾ ഈ ആയുസിൻ്റെ കാര്യത്തിൽ കുറച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അഷ്ടമം നോക്കണം, അഷ്ടമഭാവം നോക്കണം, അധിപതിയെ നോക്കണം. എങ്ങനെയാണ് ഈ ഓരോ അധിപതികളുടെയും 8ാം ഭാവം നോക്കും. കാരണം അവരുടെ ഇപ്പോൾ അച്ഛനെ നോക്കാം, അമ്മയെ നോക്കാം, സഹോദരങ്ങളെ നോക്കാം. ഈ കാണുന്ന ജാതകത്തിലുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെ സകല ആൾക്കാരെ, മുത്തശ്ശൻ മുതൽ പേരക്കുട്ടി വരേക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റ ജാതകത്തിൽ കണ്ടുപിടിക്കും. അപ്പം അവരുടെയൊക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നോക്കുന്നതിന് അവരുടെ 6ഉം 8ഉം ഒക്കെ നോക്കണം. അപ്പം അതുപോലെ ഈ അഷ്ടമാധിപതിയുടെ 8 നോക്കണം, അഷ്ടമഭാവത്തിൻ്റെ 8 നോക്കണം, അഷ്ടമാധിപതിയുടെ 8 നോക്കണം. അങ്ങനെ വരുമ്പോൾ 8ൻ്റെ 8ആണ് 3ാം ഭാവം. ഒന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് അഷ്ടമം അല്ലേ? അപ്പം ഇതിൻ്റെ 8 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ്. ഈ 3ാം ഭാവം ജാതകത്തിൽ നന്നായിരിക്കണം. 3ാം ഭാവവും 3ാം അധിപതിയും നല്ലതായിരിക്കണം. അപ്പോൾ നമുക്ക് ആയുസ് പറയാം.
അപ്പം ഓക്കെ, അത് ഒരു ചെറിയ കാര്യമാണിത്. ഞാൻ കുറച്ച് മാത്രമേ ആയുസിൻ്റെത് വേറെ കുറേ വലിയതായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം പറയുന്നത് ഒരു നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പം 3-ാം ഭാവം സ്ട്രോങ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് കുറച്ച് ആയുസ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആയുസ് ദീർഘായുസിൻ്റെ കാര്യങ്ങൾ പറയാം. പിന്നെ വേറെയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അതിൻ്റെ ക്ലാസ്സൊക്കെ നല്ല വലിയ എന്താ പറയുക, വില കൂടിയ ക്ലാസ്സാണ്. ഭാവത്തിനൊക്കെ പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് വേണം പഠിക്കാൻ. അപ്പം അത് ഇവിടെ ഡിസ്കസ് ചെയ്യാനും പറ്റില്ല. അത്രത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് കണക്കും സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ അപ്പം ലഗ്നാധിപതി അഷ്ടമാധിപതി അഷ്ടമഭാവമായി. ഇനി നമുക്ക് ജാതകത്തിൽ ഗണ്ടാന്തം എന്നുള്ളൊരു കാര്യം വരും. മനസ്സിലായില്ലേ? ഗണ്ടാന്തം എന്നുള്ളത്, ഗണ്ടാന്തം നക്ഷത്രമുണ്ട്. ഇത് ഓരോ ജാതകത്തിൽ ഉണ്ടാകുന്നതിന് ഞാൻ പറയുന്ന ചില ജാതകങ്ങളിൽ ഗണ്ടാന്ത നക്ഷത്രങ്ങൾ, ഗണ്ടാന്ത ഡിഗ്രി, അതിലേതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ പോയി നിൽക്കാം. ചിലർക്ക് അത് നിൽക്കില്ല. ആ ഗണ്ടാന്ത നക്ഷത്രമോ ഗണ്ടാന്ത ഡിഗ്രിയോ ഒന്നും ബാധിക്കില്ല അവർക്ക്. അതായത് ഈ പറയുന്ന ഗണ്ടാന്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി മകം മൂലം, അതിൻ്റെ ആദ്യത്തെ ഒരു പാദമാണ്. അത് കഴിഞ്ഞിട്ട് ആയില്യം കേട്ടാരേവതി, അതിൻ്റെ അവസാനത്തെ പാദവും. പക്ഷെ ഈ പാദം 3.20 ആണ് ഒരു പാദത്തിൻ്റെത്. പക്ഷെ 2 ഡിഗ്രി, ആ 2 മാക്സിമം 1-2 ഡിഗ്രി വരയ്ക്കും. ചില ആൾക്കാർ അത് 0 to 1 ഡിഗ്രി പറയുന്നുണ്ട്, ഇവിടെ 29 to 30 പറയുന്നുണ്ട്. പക്ഷെ ഒരു 2 ഡിഗ്രി വരയ്ക്കും, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഡിഗ്രി വരയ്ക്കും ഒരു ഗ്രഹം നിന്നാൽ കുറച്ച് ദോഷം പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം, അത് വളരെ വളരെ ശ്രദ്ധിക്കണം. അതിന് ദശാകാലങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ പോകാൻ പറ്റില്ല. ആ ദശാകാലത്ത് തന്നെ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്തും സമയം മോശമായിരുന്നാൽ സംഭവിക്കാമെന്നുള്ള കാര്യമായതുകൊണ്ട് ആ ഒരു ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ അടുത്തുള്ള അസ്ട്രോളജി അടുത്ത് പോയി ചോദിച്ച് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, അടുത്തത് കാരണം അതില്ല എന്നൊക്കെ പറയും. അതില്ല എന്നല്ല, അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അതില്ല എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ട്. അടുത്തത് അഷ്ടമാധി 8. അത് കഴിഞ്ഞിട്ട് ഈ അഷ്ടമാധിപതിയുടെ തന്നെ 9 കൂടെ നോക്കണം. അഷ്ടമാധിപതിക്ക് ഭാഗ്യത്തിൻ്റെ സ്ഥാനവും കൂടെ 9-ാം ഭാവവും കൂടെ നോക്കണം. അടുത്തത് ഓരോ ഭാവത്തിനും ഉയർകാരകത്വങ്ങളുണ്ട്. അപ്പം നമുക്ക് സ്വത്ത് കിട്ടും, പൈസ കിട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ഓരോ ഭാവത്തിനും നമ്മുടെ ആൾക്കാരുണ്ട് അവിടെ. വല്യമ്മ, വല്യച്ഛൻ, ഫാദറില്ല, മദറില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാ ആൾക്കാരും അതിനകത്തുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അമ്മ, അച്ഛൻ, ഈ കുട്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. അങ്ങനെയല്ല, ഭർത്താവിൻ്റെ ആൾക്കാരെയും എല്ലാ ആൾക്കാരെയും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ ഭാവത്തിനും ഉയർകാരകത്വം 12 ഭാവത്തിനുമുണ്ട്. അടുത്തത് ചില സമയം നമ്മുടെ ജാതകത്തിൽ ഗ്രഹം വക്രമായിരിക്കും അല്ലേ? വക്രമായിരിക്കുമ്പോൾ ആ വക്രം നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് പറയും. അപ്പം ചിലർ വക്രം അതൊന്നും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയും. അങ്ങനെയല്ല, ഒരു ഗ്രഹം വക്രമായിരുന്നാൽ ഏത് അധിപതിയാണ് വക്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ അധിപതിക്ക് ഭയങ്കര പിടിവാശിയായിരിക്കും, പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. സ്വയം തന്നെ ചെന്ന് ചാടി വല്ലതിലും കഷ്ടപ്പെട്ട് അവിടുന്ന് പാഠം പഠിച്ചു വരും. അതുവരേക്ക് ഇവരുടെ പിടിവാശി മാറില്ല. ഓക്കെ, പിന്നെ ഒന്നാമത്തെ പ്രശ്നം 7-ാം ഭാവാധിപതി വക്രമാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് ഈ വക്രം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പം 7-ാം അധിപതി വക്രമാണ്. അപ്പം നമുക്ക് തോന്നും ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 2 കളത്രം ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. 2 പ്രാവശ്യം ആ കുട്ടീനെ കാണാൻ പോയിരിക്കാം. പെൺകുട്ടിയുടെ സൈഡാണെങ്കിൽ ആൺകുട്ടിയെ 2 പ്രാവശ്യം അവർ ആദ്യം സെലക്ട് ചെയ്യും, പിന്നെ അത് വേണ്ടാന്ന് നോക്കും, പിന്നെ വീണ്ടും അവിടെ തന്നെ പോയി കല്യാണം കഴിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ തന്നെ വേറൊരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന അവസ്ഥയൊക്കെ വരും. 2 പ്രാവശ്യം കാണുക, 2 പ്രാവശ്യം അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുക എന്നത് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ചില ജാതകത്തിൽ 2ഉം 7ഉം ഭാവാധിപതികളൊക്കെ കെട്ടുപോയെന്ന് പറഞ്ഞാൽ ബലഹീനമായി നിൽക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ 2 വിവാഹത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 തരത്തിലും നിങ്ങൾ എടുക്കണം. പെട്ടെന്ന് ഒരു ജാതകം കാണുമ്പോൾ 7-ാം അധിപതി വക്രമാണെങ്കിൽ നിങ്ങൾക്ക് 2 കല്യാണമുണ്ട് എന്ന് പറയാനേ പാടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ ചെയ്യേണ്ട. ഇങ്ങനെ നിങ്ങൾക്ക് 2 പ്രാവശ്യം നോക്കിയിട്ടുണ്ടോ,
2 പ്രാവശ്യം കണ്ടിട്ടുണ്ടോ, ആദ്യം വേണ്ടാന്ന് വെച്ച് പിന്നെ വീണ്ടും അവിടെ തന്നെ പോയി കല്യാണം കഴിച്ചോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അവരൊരു 2ാം വിവാഹത്തിലോട്ടൊക്കെ വന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇങ്ങനെയും കൂടെ അബദ്ധത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ആഗ്രഹം വക്രമാണ് എന്ന്. അങ്ങനെ നമ്മൾ അതെടുക്കണം. ഒരു പക്ഷെ 6ാം അധിപതി വക്രമാണെങ്കിൽ 2 സർജറി ഉണ്ടാവും. ആദ്യം പോയി സർജറി ചെയ്യും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും, വീണ്ടും ചെന്ന് ഓപ്പൺ ചെയ്യേണ്ട ഒരവസ്ഥ വരാം. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ എക്സാം എഴുതുന്നു, വീണ്ടും പോയി എഴുതും. ഒരു പ്രാവശ്യം എഴുതുന്ന എക്സാം വീണ്ടും പോയി എഴുതും. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അതേ ചില വേറൊരു ഇൻ്റർവ്യൂയും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് അത് 2 ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തരുന്നതാണ് വക്രം. അതുകൊണ്ട് വക്രത്തിന് ഇനി കുഴപ്പമൊന്നും വേണ്ട, അതിനെ പേടിക്കാനും ആവശ്യമില്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രം. അത് നല്ലത് തന്നെ ചെയ്യും. പിടിവാശിയായിരിക്കും, അതിനെ മാറ്റണമെങ്കിൽ അവർ തന്നെ മാറ്റണം. പിന്നെ കമ്പസ്റ്റ് വരും. കമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ മൗഢ്യം. അപ്പോൾ ചില ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ മൗഢ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മൗഢ്യം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സൂര്യനോട് ക്ലോസ് ആയിട്ട് നിൽക്കാം ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മൗഢ്യമാവും. അത് അപ്പോൾ ആ മൗഢ്യം, അതായത് സൂര്യൻ്റെ ചൂട് താങ്ങി അസ്തമിച്ചു പോയി എന്നാണ് അർത്ഥം. ചൂട് താങ്ങാൻ വയ്യാതെ അസ്തമിച്ചു പോയി, അത് ഭസ്മമായി എന്നാണ് അർത്ഥം. ആ ഭസ്മത്തിന് എന്തെന്ന് നമ്മൾ ഫലം പറയും? അസ്തം സംഭവിച്ച പിന്നെ എന്താ പറയുക, ഗ്രഹത്തിന് നമ്മൾ എന്തോന്ന് ഫലങ്ങൾ പറയാൻ പറ്റും? അപ്പം ചിലർ അസ്തം എടുക്കുന്നേ ഇല്ല, മൗഢ്യം എന്നുള്ളത് എടുക്കുന്നില്ല, അതിനെ കണക്കാക്കുന്നില്ല. അങ്ങനെയല്ല, നമുക്ക് സാധാരണ ഒരു ഗ്രഹവും സാധാരണ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്ന ഒരു ഗ്രഹത്തിനും കമ്പസ്റ്റായ ഗ്രഹത്തിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഫലങ്ങൾ കുറച്ച് വേണം പറയാൻ. അങ്ങനെ ഗ്രഹങ്ങൾ ഇതാണെങ്കിൽ അതിനുള്ള ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഗ്രഹത്തിന് വേണ്ടി പൂജ ചെയ്യുകയോ എന്തെങ്കിലും ചെറുതായിട്ട് ചെറിയ അമ്പലങ്ങളിൽ പോയി, ഞങ്ങൾ അല്ലാതെ വലിയ കാശൊന്നും കൊടുത്ത പൂജയില്ല, ചെറുതായിട്ട് ആ ഗ്രഹം ബുധനാണെങ്കിൽ അതിന് തക്കവണ്ണം പച്ചപ്പയർ കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിന് ഈ അതായത് ചില ബുധനാഴ്ച അമ്പലത്തിൽ പോവുക, വഴിപാട്, ഇങ്ങനെ അതായത് വിഷ്ണുവിന് എന്താ പറയണേ തുളസിമാല ചാർത്തുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യണം. അപ്പം നമുക്കതൊരു പ്രശ്നം കുറച്ച് പരിഹരിക്കപ്പെടാം. അടുത്തത് പിന്നെ ഒരു കാര്യമുണ്ട്, സൂര്യനിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ ഇവിടെ സൂര്യൻ നിൽക്കുമെന്ന് വെച്ചോ, ഇവിടെ സൂര്യൻ നിൽക്കുകയാണ് അല്ലേ, സൂര്യനൊപ്പം ബുധൻ നിൽക്കും. അത് കഴിഞ്ഞ് ശുക്രൻ പോയി നിൽക്കുന്നത് ഇവിടെ ആയിരിക്കും. ഇത് എവിടെയെങ്കിലുമൊക്കെ ആവാം, ഒരു ജാതകത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. ഈ സൂര്യനും ബുധനും ശുക്രനും ഒരുമിച്ച് മുക്കൂട്ട് ഗ്രഹങ്ങളാണ്, ഒരുമിച്ച് സഞ്ചരിക്കേണ്ടവരാണ്. അടുത്തടുത്ത് അല്ലെങ്കിൽ അടുത്തടുത്ത് വരും, ഇങ്ങനെ 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 തൊട്ട് വരും. ഈ ഗ്യാപ്പ് കാണാറില്ല, കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ചില പിന്നെ ജാതകങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണും. എവിടെയെങ്കിലും നോക്കിയാൽ ഈ രണ്ടിൽ നിന്ന് മാറി ശുക്രൻ നിൽക്കും, ശുക്രനും സൂര്യനിക്കും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും. ചിലപ്പോൾ ശുക്രൻ്റെ കൂടെ ആയിരിക്കും ബുധൻ നിൽക്കുന്നത്. അങ്ങനെയാവാം. സൂര്യൻ തനിച്ച് നിൽക്കാം, എന്നാൽ ഈ ഗ്യാപ്പ് ഇങ്ങനെ കാണും, ഒരു ഗ്യാപ്പ് കാണും. അപ്പം ഇത് എന്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെ 45 ഡിഗ്രിക്ക് മേൽ നീങ്ങി നിൽക്കുകയാണ് ശുക്രൻ. ശുക്രനിൽ നിന്ന് 45 ഡിഗ്രി നീങ്ങി നിൽക്കുകയാണ് സൂര്യൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിഗ്രി നോക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതാണെങ്കിൽ അകന്ന് നിൽക്കുന്നതായിട്ട് എടുക്കണം. മനസ്സിലാവുന്നില്ല? ഇങ്ങനെ കാണും. ഇത് നോക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഇത് സൂര്യനോടൊപ്പം ചേർന്ന് അസ്തമിച്ചു പോയി എന്നുള്ളതും ഇവിടെ സൂര്യനെ ചൂട് കിട്ടാതെ തന്നെ നീങ്ങി നിൽക്കുകയാണെന്നുള്ളതിനെ എടുക്കണം. ഇതിന് രണ്ടും കല്യാണ വിഷയത്തിൽ ഇതൊരു പ്രശ്നമായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടുപേർക്ക് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹനില അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എവിടെയെങ്കിലും ഏതിലെങ്കിലും 1 2 ഒക്കെ കാണും. അടുത്തത് പരിവർത്തനം. പരിവർത്തനം എന്തെന്ന് വെച്ചാൽ പരിവർത്തനം ചില സമയത്ത് പരിവർത്തനം കാണും. അതിനുള്ള ഫലങ്ങൾ ഇപ്പം മാറി നിൽക്കും. ഇപ്പം ഇവിടെ ശുക്രൻ ഇവിടെ നിൽക്കും, ഇവിടെ ബുധൻ നിൽക്കും. കാരണം ബുധൻ്റെ വീടാണിത്, ശുക്രനാണ് പിന്നെ ഇവിടെ നിൽക്കേണ്ടത് അല്ലേ. അപ്പം ഇതുവരെ മാറി നിൽക്കുന്ന ഒരു പരിവർത്തനം വരാം, അല്ലെങ്കിൽ 1 8 മാറി നിൽക്കുന്ന പരിവർത്തനം വരാം. അപ്പോൾ ഇങ്ങനെ 1 8 ഇങ്ങനെ മാറി 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 ഓരോ ഗ്രഹങ്ങളും അവരവരുടെ വീടുകൾ മാറി നിൽക്കും. ഇപ്പം ലഗ്നാധിപതി പോയി 8-ൽ നിൽക്കും, 8-ാം അധിപതി വന്ന് ലഗ്നത്തിൽ നിൽക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പരിവർത്തനമായിട്ട് നിൽക്കും. ഒരുപാട് പരിവർത്തനങ്ങളുണ്ട്.
അതിലെ ഒരു പരിവർത്തനത്തിനെ പറ്റി ഞാൻ പറയാം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതായത് ഈ പരിവർത്തനം എന്ന് പറയുന്നത് 2 ഗ്രഹങ്ങൾ അവരവരുടെ വീടുകൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിവർത്തനം പറയുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്താണെന്നുള്ളത്. കാരണം 2 കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഇവരിങ്ങനെ ഇടം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്ത് ഇങ്ങനെ ഇടം മാറിക്കൊണ്ടിരിക്കും. ദശാകാലങ്ങൾ വരുമ്പോഴും ശരി, എല്ലാവരും പറയും ദശാകാലങ്ങൾ, അങ്ങനെയല്ല. ഗോചരത്തിൽ ചില ഗ്രഹങ്ങൾ ശനി ഇങ്ങനെയൊക്കെ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എപ്പോഴും ഇടമാറ്റമാണ് പറയേണ്ടത്. നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇവർ ഒരിടത്തല്ല നിൽക്കുന്നത്, ഇവരെ വീട് മാറി മാറി ഇരിക്കണം. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോവാം, ഇങ്ങോട്ടും വരാം. അങ്ങനെയാണ് നിൽക്കണം പരിവർത്തനം. അപ്പോൾ 1-8 പരിവർത്തനം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ലഗ്നാധിപതി പോയി 8-ൽ നിൽക്കുന്നു, 8ാം അധിപതി വന്ന് ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പം ലഗ്നാധിപതി പോയി അഷ്ടമത്തിനെ തേടി പോവുകയാണ്. അതുപോലെ അഷ്ടമാധിപതി ലഗ്നത്തിനെ തേടി വരുന്നു, ലഗ്നാധിപതിയെ തേടി വരുന്നു. അങ്ങനെയാണ് കണക്ക്. അപ്പോൾ ഈ ഇട മാറുന്ന സമയത്ത്, ഇങ്ങനെ മാറുന്ന സമയത്ത് 2 കാര്യങ്ങൾ നടക്കും. അഷ്ടമത്തിന്റെ കാര്യവും കൊടുക്കും. എവിടെയെങ്കിലും വല്ല പ്രശ്നങ്ങളുണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി അവസ്ഥയൊക്കെ കൊടുക്കും. പക്ഷെ ജീവനൊക്കെ തിരിച്ചു വരും. ആ ഒരു അഷ്ടമവും കൊടുക്കും, ആ ഒരു കഷ്ടം വീർക്കണ്ഡവും കൊടുക്കും. അതേസമയം അഷ്ടമാധിപതി ആയതുകൊണ്ട് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, നിഗൂഢ കാര്യങ്ങൾ, ആർക്കും മനസ്സിലാവാത്ത മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ നിഗൂഢ സത്യങ്ങളും ഇവർക്കത് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അഷ്ടമം എന്ന് തന്നിട്ട് അഷ്ടമത്തിൻ്റെ കാര്യങ്ങളും ചെയ്യും. ആ അഷ്ടമത്തിൻ്റെ നല്ല കാര്യങ്ങളുണ്ട്, അതത്രയും ഈ ലഗ്നാധിപതിക്ക് കിട്ടുകയും ചെയ്യും. അപ്പം പരിവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതൊരു നല്ല യോഗം തന്നെയാണ്. അതിന് 2 ഗ്രഹങ്ങൾ ചേർന്നാലുള്ളതാണ് യോഗം എന്ന് പറയുന്നത്. പക്ഷെ പൊതുവെ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും യോഗം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് പരിവർത്തനം എന്നുള്ളത് നല്ലത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പം 8ഉം 12ഉം 6ഉം ഒക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളെ അസുഖങ്ങളും അതും ഇതുമൊക്കെ കൂടെ ചേർത്ത് വേണം കണക്കിലെടുക്കാൻ. നല്ലത് മാത്രമല്ല ഈ ഒരു കാര്യങ്ങളും കൂടെ ചേർത്തെടുക്കാം. അപ്പം നല്ലതുണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ട്. പിന്നെ അങ്ങനെ എടുക്കാം, ഇതും എടുക്കാം. എന്തായാലും അത് പരിവർത്തനം എന്നുള്ളത് നല്ലത്. എസ്കേപ്പ് ആവാനുള്ളൊരു വഴി നല്ലതാണ്. അടുത്തത് വർഗോത്തമം. ഒരു രാശിയിൽ നവാംശകത്തിലും ഒരേ ഘട്ടത്തിൽ, ഇപ്പം ഇവിടെ കർക്കിടകത്തിലാണ് നിൽക്കണമെന്ന് വെച്ചോളൂ, ഒരു ഗ്രഹം നിൽക്കണം, ചൊവ്വ നിൽക്കണമെന്ന് വെച്ചോളൂ. അതേ സമയത്ത് അവിടെ നവാംശകത്തിലും കർക്കിടകത്തിലും ചൊവ്വ കാണും. അങ്ങനെയാണെങ്കിൽ ഈ ചൊവ്വ വർഗോത്തമത്തിലാണ്, നീച വർഗോത്തമത്തിലാണ് എന്ന് എടുക്കണം. ആ വർഗോത്തമം നല്ല ഫലം ചെയ്യും അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ടാണ് എല്ലാ കാര്യവും നമ്മൾ നവാംശവും കൂടെ പോയി നോക്കണം. അവിടെ ഈ ഗ്രഹങ്ങളുടെ ബലം അറിയാൻ പറ്റും, എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അതനുസരിച്ച് ആ ഒരു രീതിയും കൂടെ നോക്കുമ്പോൾ അത് വർഗോത്തമമാണെങ്കിൽ അത് പല ദോഷങ്ങളെയും പരിഹരിക്കപ്പെടും. ഒരു മോശമായിട്ടുള്ളൊരവസ്ഥയാണ് നീചമായി നിൽക്കുന്നത്, ചിലപ്പോൾ ദോഷമായിരിക്കും ജാതകത്തിനെങ്കിൽ അത് വർഗോത്തമ ബലത്തിൽ നിന്ന് നല്ലതല്ലേ. അപ്പം അങ്ങനെ എടുക്കണം. ഓക്കെ. അടുത്ത ദശാകാലങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ, ഓരോ ദശകളും 6, 8, 12 ദശകളൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. ദശാകാലം കൂടെ ചേർത്ത് വെച്ച് വേണം ജാതകം നോക്കാൻ. പിന്നെ ദശാകാലത്തിൽ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ദശ മാത്രമല്ല നോക്കേണ്ടത്, ദശ അപഹാരം, എനിക്ക് മലയാളത്തിൽ അറിയില്ല, ദശ, ഭുക്തി, അന്തരം, സൂക്ഷ്മം, പ്രാണൻ, ഇങ്ങനെയാണ് ഞാൻ തമിഴിൽ പഠിച്ചിട്ടുള്ളത്. ഇതെത്രയും നിങ്ങൾ മലയാളത്തിൽ നോക്കിക്കോളൂ. ഇതെത്രയും കാര്യങ്ങൾ വരും. നമ്മൾ പറയും ദശ മാത്രം നോക്കിയാൽ മതി. ദശയല്ല, ദശയിൽ ആ ഭുക്തി, അതായത് അപഹാരം എന്ന് പറയുന്ന ഭുക്തി വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് അന്തരം, അത് കഴിഞ്ഞ് സൂക്ഷ്മം, അത് കഴിഞ്ഞ് പ്രാണൻ, ഇത്രയും നമ്മൾ നോക്കണം. അതുകൊണ്ട് ദശ മാത്രം നോക്കല്ലേ. കാരണം ദശ ചിലപ്പോൾ നമുക്ക് വരില്ലായിരിക്കും. ആ ഒരു സമയം നമ്മൾ അതിനുശേഷം ജനിച്ചിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ദശ കഴിഞ്ഞു പോയിരിക്കാം, മോശമായ ദശ എന്നുള്ളത്. പക്ഷേ ഭുക്തി എന്നുള്ളത് എപ്പോഴും കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദശയ്ക്കും ആ ഭുക്തി, ആ ഒരു ഇത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഭുക്തി എന്ന് പറയുമ്പോൾ അപഹാരത്തിന് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്തത് പിന്നെ നീചം, ഉച്ചം എന്നുള്ളത്. അപ്പോൾ ഉച്ചമായിട്ടൊരു ഗ്രഹമാണെങ്കിൽ നമ്മൾ ആ ഉച്ചമായ ഗ്രഹത്തിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കില്ല. കാരണം അതെല്ലാം തന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു എന്താ പറയുക, അതിനൊരു മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഒരു ഗുരു ഉച്ചകണമെന്ന് വെച്ചോളൂ, നമുക്ക് പൈസ കിട്ടും, കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാശ് കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും. അവർക്ക് ഫോറിനേഴ്സ് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നമ്മളതൊരു കടലാസ് പോലെ, പൈസയൊക്കെ ഒരു കടലാസ് പോലെ അങ്ങ് എടുത്ത് ചിലവാക്കും, വരുന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ.
അതേസമയം ഗുരു നീചനാണെന്ന് വെച്ചോളൂ. നീചനാണെങ്കിൽ അതിനെ തന്നെ ആർക്ക് ശ്രദ്ധ, പണം 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 എന്നുള്ള അതിന്റെ പിന്നാലെ പോകും. എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ അതിന് സേവ് ചെയ്ത് വെക്കാം. മക്കളെ കാര്യത്തിലൊക്കെ വളരെ പ്ലാൻ ചെയ്തേ ചെയ്യുള്ളൂ. പെട്ടെന്നൊന്നും എടുത്ത് അവരെ ഇഷ്ടത്തിനനുസരിച്ച് പാരൻസിന്റെ ആഗ്രഹത്തിനനുസരിച്ചൊന്നും ചെയ്യില്ല. അവരത് പണത്തിന് സേവ് ചെയ്യാനുള്ള നോക്കി ഇവരെ കയ്യിൽ നല്ല കാശും കാണും. പിന്നെ ഗുരു നീചമായിരിക്കുന്നത് കൊണ്ട് ഇവര് ടീച്ചർ ആവില്ല എന്ന് പറയാനേ പാടില്ല. കാരണം ടീച്ചർ കുറച്ച് ഡിലേ ചെയ്യുമെന്ന് വളരെ ടീച്ചർ ആവാൻ കുറച്ച് ഡിലേ ആകും, അങ്ങനെയാണ് പറയേണ്ടത്. ടീച്ചർ ആകില്ല എന്ന് പറയാനേ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ടീച്ചർ ആകും എന്നുള്ളത് വേണം പറയാൻ. കാരണം ഇവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നീചഗ്രഹമല്ലേ, അവർ അതിനുവേണ്ടി കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർ തേടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അവർ ഒരു കാലത്ത് ടീച്ചർ ആവും എന്നുള്ളത് പറയണം. ഓക്കെ, ഇത് പല ഗ്രഹങ്ങളും ഞാൻ ഗുരുവിനെ വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നീചഭംഗ യോഗം, നീചഭംഗ രാജയോഗം എന്നുണ്ട്. നീചഭംഗം എന്ന് പറയുമ്പോൾ ഒരു നീചഗ്രഹത്തിനോടൊപ്പം ഒരു ഗ്രഹം സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നീചഭംഗം. ഉച്ചഗ്രഹത്തിനോടൊപ്പമാണ് നീചഗ്രഹം നിൽക്കണമെങ്കിൽ നീചഭംഗ രാജയോഗം എന്നുള്ള ഒരു രണ്ട് വ്യത്യാസമായിട്ട് പറയുന്നുണ്ട്. രണ്ടുമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ നീചമായ ഒരു ഗ്രഹം ഭംഗം വന്ന് നീചഭംഗമാകുമ്പോൾ അങ്ങനെ എടുത്ത ഉടനെ അങ്ങനെ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ ആ പൊസിഷൻ അങ്ങനെ എടുത്ത് നമ്മളെ തൂക്കി മേലെ വെക്കുമെന്നൊന്നും കരുതണ്ട. കാരണം എല്ലാവരുടെ വിചാരം എന്ന് വെച്ചാൽ നീചഭംഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സർവവും പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ല സമ്പന്നതയിലോട്ട് പോകും, നല്ല പൊസിഷനിൽ എത്തും എന്നുള്ളതല്ല. നീചത്തിന്റെ കാര്യം അത് ചെയ്യും. ആ ഗ്രഹം നീചനാണെങ്കിൽ, ഒരു ഗ്രഹം നീചനാണെങ്കിൽ നീചകാര്യം നീചത്തിൻ്റെത് അത് അവിടെ സംഭവിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് നീചഭംഗം. ഒരു പക്ഷേ ഇപ്പോൾ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾ അടുത്ത MD സീറ്റിന് വേണ്ടി എൻട്രൻസിന് പോകും. ആ എൻട്രൻസിൽ ചിലപ്പോൾ അധികം മാർക്ക് കിട്ടിയിട്ടുണ്ട്, റാങ്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബാക്കിലായിരിക്കും, ചിലപ്പം നല്ല കോളേജ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പഠിക്കാതിരിക്കുമോ? കുട്ടികൾ വീണ്ടും ഇരുന്ന് പഠിക്കും. അപ്പം വീണ്ടും എക്സാം, അപ്പം ആദ്യത്തേതിൽ കിട്ടിയില്ല, അതൊരു നീചമായി, അത് കിട്ടിയില്ല പാവം. അതേസമയം അത് വീണ്ടും എഴുതും, ചിലപ്പം വീണ്ടും 2 തവണ എഴുതേണ്ടി ഒരു അവസ്ഥ വരാം. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് ചിലപ്പം അവർ അന്നത്തെ ആ 2ാമത്തെ വർഷമോ 3ാമത്തെ വർഷം എഴുതുന്ന എൻട്രൻസിൽ ഇവരായിരിക്കും ടോപ്പ് റാങ്ക്. അപ്പൊ അവർക്ക് എന്താണ്, ആദ്യം കിട്ടിയിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സാധാരണ ഒരു കോളേജിൽ പോയി ചേർന്നിരിക്കാം. ഇപ്പോൾ അവർക്ക് എയിംസിനെ നോക്കാം, ജിപ്പറിനെ നോക്കാം, അതിനേക്കാളും മേലുള്ള പിന്നെ ഹോസ്പിറ്റലും കോളേജൊക്കെ നോക്കാം അല്ലേ. അപ്പൊ ആ ഒരു നീചം സംഭവിച്ചു. ആ നീചത്തിന് ശേഷം അവർക്ക് കിട്ടിയത് നീചഭംഗത്തിന്റെ ഉയർച്ചയാണ്. പക്ഷെ ആ ഒരു നീചത്തിന്റെ ഒരു 1-2 വർഷം അവർക്ക് വേസ്റ്റായി പോയി. പഠിക്കാൻ വേണ്ടി അവർ ആ 2 വർഷം മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ടി വന്നു. പക്ഷെ കിട്ടിയത് വലിയ കാര്യം. അപ്പൊ ഇതാണ് നീചഭംഗം. നീചത്തിന്റെ അത് കാണിക്കും. ഇപ്പം 7ാം അധിപതി നീചം, ചിലപ്പോൾ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാം. വിവാഹം പിരിഞ്ഞിരിക്കാം, അല്ലാതെയും പിരിഞ്ഞിരിക്കാം. ഞാൻ പറയുന്നില്ല അതെന്താണെന്ന്, അല്ലാതെയും പിരിഞ്ഞു പോകാം. അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം കല്യാണം കഴിക്കില്ലേ. അപ്പൊ ഇതിനേക്കാളും ഒരു സുഖകരമായ, ചിലപ്പോൾ ആദ്യത്തെ വൈഫിന് ഒരു സിക്ക് പേഷ്യൻ്റ് ഒക്കെ ആയിരിക്കാം. അപ്പൊ 2ാമത്തെ ലൈഫ് ചിലപ്പോൾ നല്ല ഒരു ജീവിതം കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ നീചത്തിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നീചം 4ാം അധിപതി നീചം, +2 തോറ്റിരിക്കാം, വീണ്ടും പോയിരുന്ന് കുത്തിയിരുന്ന് എഴുതുമ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സാവാം, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാം. ഇതൊക്കെ തന്നെ നീചത്തിന്റെ ഫലം ചെയ്യും. അല്ലാതെ നീചഭംഗം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്നിന് കുറവ് വരും എന്നല്ല, ഏതിന് കുറവ് വരും എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമുക്ക് അതിൻ്റെത് ശരിക്കും മനസ്സിലായാൽ മാത്രമേ അതെന്തിനാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു നീചത്തിന്റെ കാര്യം ചെയ്ത ശേഷം അത് തിരിച്ചു തരുന്നതാണ് നീചഭംഗം. പലതും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 9ാം അധിപതി നീചനാണ്, ഒരു അച്ഛനാവാനുള്ള യോഗ്യത കാണില്ല, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യേണ്ട കടമകൾ ചെയ്യില്ല, ഒരു നാട് മുഴുക്ക സേവിച്ച് നടക്കും, സ്വന്തം മക്കളെ കാര്യം കോട്ടയിടും. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ആ നീചത്തിനെ കാണിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പഞ്ചാംഗത്തിലെ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോക്കണം. അതെല്ലാം മുഹൂർത്തത്തിനാണെന്ന് പറഞ്ഞാൽ നീക്കി വെക്കരുത്. അതിലെ ആഴ്ച, നക്ഷത്രം, തിഥി, കർണം, നിത്യയോഗം, ഇതത്രയും നിങ്ങൾ ആ ഒരു ജാതകത്തിന്റെ ഒരു ഫ്രണ്ട് പേജിൽ ഉണ്ടായിരിക്കും. ഈ തിഥിയിൽ ജനിച്ചു, പഞ്ചമി, സപ്തമി എന്നൊക്കെ കാണും, കരണം എന്ന് കാണും. ആ കരണത്തിൽ ജനിച്ചു, സിംഹം, ആന, പുലി എന്നൊക്കെ കാണൂലേ, അത്. പിന്നെ നിത്യയോഗം, യോഗി, അവയോഹി എന്ന് കാണും. ഒരു നക്ഷത്രം യോഗി കാണും, വേറൊരു നക്ഷത്രം അവയോഹി എന്ന് കാണും. ഇതൊക്കെ ഫലങ്ങളുണ്ട്. ഒരു കുട്ടി
ഒരു നല്ല എന്തെങ്കിലും ഒരു യോഗത്തിൽ വിഷ്കമ്പ അല്ലെങ്കിൽ പ്രീതി, സിദ്ധ, വജ്രം എന്നൊക്കെ പറഞ്ഞ് വ്യാധിപാത, പിന്നെ ഇങ്ങനെ ഒരുപാടുണ്ട്. 27 നമ്മുടെ നക്ഷത്രങ്ങൾ പോലെ 27 യോഗങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഫലങ്ങളും കൂടെ മനസ്സിലാക്കി ആ യോഗി നമുക്ക് എന്ത് ചെയ്യും, അവയോഗി നമ്മൾ എന്ത് ചെയ്യണം, യോഗി നമുക്ക് എന്ത് ചെയ്യും, അവയോഗി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെ ശ്രദ്ധിച്ചാൽ ഫലങ്ങൾ സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ശൂന്യരാശികളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശൂന്യരാശികളെന്നൊന്നും ഇല്ല. തിഥിയിൽ വരുമ്പോൾ ചില രാശികൾ ശൂന്യമാകുന്നതുണ്ട്, അല്ലാതെ വരുന്ന രാശികളിൽ ശൂന്യം എന്നുള്ളത് ഇല്ല. കാരണം നമുക്കറിയാം, നമുക്കുള്ളത് 12 രാശികളാണ്. ആകെ മൊത്തം 9 ഗ്രഹങ്ങളേ ഉള്ളൂ. അതിന് മാന്തിയും ചേർത്ത് അത് 10 ഒന്നൊന്നിൽ നിന്നാലും 2 രാശികൾ ചുമ്മാ അടക്കും അല്ലേ. മിക്കവാറും ആൾക്കാരുടെ ജാതകം 3, 4, 5 കോളങ്ങളിൽ അവസാനിക്കും. എല്ലാം 2, 3 ചേർന്ന് നിൽക്കും, ഗ്രഹചേർച്ചയോടെ നിൽക്കും. അപ്പൊ ഇവിടെ ശൂന്യം വരാതിരിക്കുമോ? ആ ശൂന്യത്തിനുള്ള ഫലം എന്തെന്ന് വെച്ചാൽ ഏത് അധിപതി ശൂന്യമായിരിക്കുന്ന അധിപതി എവിടെ പോയി നിൽക്കുന്നു അവിടെ നിന്നുള്ള ഫലം കൊടുക്കും. 7ാം അധിപതി 8ൽ, 7ാം അധിപതി 8ൽ, മനസ്സിലായില്ലേ? ആ 8ൽ നിന്നുകൊണ്ട് 7ാം അധിപതി ഫലം തരും. അപ്പൊ ഇങ്ങനെ നമ്മൾ അതുപോലെ ലഗ്നാധിപതി 2ൽ, മനസ്സിലായി? അപ്പൊ ലഗ്നം കാലിയായിരിക്കും. ലഗ്നാധിപതി 2ൽ നിൽക്കുന്നു. 2ൽ ലഗ്നാധിപതി 2ൽ നിന്നും നല്ലതല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഫലങ്ങൾ എടുക്കണം. പിന്നെ അവിടെ നക്ഷത്രങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശൂന്യരാശികളൊന്നും പേടിക്കേണ്ട. ആ ശൂന്യം നമ്മളെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ആ ശൂന്യം എന്നുള്ളത് നമുക്ക് വേറെ വഴിയിൽ കൂടെ ഫലങ്ങൾ തരികയാണ്. അതുകൊണ്ട് അത് കണ്ടിട്ട് അത് വേറെ ക്വസ്റ്റ്യനാണ്. എൻ്റെ കയ്യിൽ 4 കാളം വെറുതെ കിടക്കുന്നു, അത് വന്ന് വേസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ പോയി നിൽക്കുമ്പോൾ ആ ഭാവം വഴിയുള്ള ഫലങ്ങൾ നമുക്ക് തരുമെന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുകൊണ്ട് അതിലൊന്നും പേടിക്കേണ്ട. ഇനി അടുത്തത് ഞാൻ ഈ ഉയർക്കാരകത്വങ്ങളെ പറ്റി ഫുള്ളായിട്ട് പറഞ്ഞു തരാം. ലഗ്ന മുതൽ 12 ഭാവങ്ങളിൽ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്. ശരിക്കും വന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഈ ഭാവങ്ങളിലെ ഉയർക്കാരകത്വങ്ങളെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് സ്വത്ത്, സമ്പത്ത്, വീട്, ധനം, കാർ ഇങ്ങനെ തേടുന്നത് പോലെ നമ്മുടെ ബന്ധുക്കളെ കാര്യങ്ങളും കൂടെ നോക്കണം. ആ ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ളത് 6-8 കണക്ക്. കാരണം അസുഖങ്ങൾ വരുന്നു, മറ്റ് പ്രശ്നം വരുന്നു ഉള്ളതിന് 6-8 കണക്ട് ചെയ്ത് നോക്കണം. സ്വത്തുക്കളൊക്കെ ആകുമ്പോൾ 2-12 വരുന്നതും നഷ്ടമാകുന്നതും അല്ലേ. 2 എന്ന് പറഞ്ഞ് വരുന്നത് 12 എന്ന് പറയുമ്പോൾ നഷ്ടമാകും. ഇത് രണ്ടും നോക്കണം. സ്വത്ത് സമ്പത്തൊക്കെ കിട്ടുമോ നഷ്ടമാകുമോ, പിന്നെ ഉയർകാരകത്വങ്ങൾ അസുഖങ്ങളാണോ അല്ലാതെ ആയർഖണ്ഡം വരുമോ, ഇത് രണ്ടും നമ്മൾ 2 പേരെ ഇതിൽ ശ്രദ്ധിക്കണം. അത് ഞാൻ 2ാമത് ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഓക്കെ, താങ്ക് യു.